ആർ എസ് എസിൻ്റെ ഒരു സപ്പോർട്ട് കിട്ടാതെ ഇനി ബോളിവുഡിന് ആ രീതി വരാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ആർ എസ് എസ് ഇന്ത്യയുടെ ഒരു എസ്പെഷ്യലി ഉത്തരേന്ത്യയുടെ മനസ്സിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു ശക്തിയായി മാറിയിട്ടുണ്ട്. അതാണ് പ്രശ്നം, അതാണ് കാര്യം. അപ്പോൾ അതെങ്ങനെ ഇന്ത്യൻ സിനിമ അതുമായിട്ട് ഒത്തുപോകുന്നതെന്ന് ആശ്രയിച്ച് ഇപ്പം ഇവിടെ ഇപ്പം എമ്പുരാൻ വിജയിച്ച സൗത്ത് ഇന്ത്യയിലെ സൈക്കി ബേസിക്കലി ആൻറ്റി ഹിന്ദുത്വമാണ്. സൗത്ത് ഇന്ത്യ ഞാൻ പറയുമ്പോൾ ആന്ധ്രനെ കൂട്ടണം. ആന്ധ്ര, കേരള, തമിഴ്നാട്, അങ്ങനെ നമുക്ക് വലിയൊരു ഡയസ്പോറ ഉണ്ട്. അവരാണ് നമ്മളെ പടങ്ങൾ ഹിറ്റാക്കിയിട്ടുള്ളത്, എമ്പുരാനൊക്കെ ഹിറ്റാക്കിയിട്ടുള്ളത്. എമ്പുരാൻ ശരിക്കും അടുത്ത് എനിക്ക് തോന്നുന്നു ഈ പറയുന്ന ഹിന്ദുത്വ സൈക്കിനെ ഏറ്റവും ഞെട്ടിച്ച സിനിമയാണ്. അതാണ് പൃഥ്വിരാജിന് ഞാൻ പറയാം, ആ മനുഷ്യൻ്റെ ഒരു അയാളെ ഇച്ഛാശക്തി ഞാൻ ബഹുമാനിക്കുന്നു. കാരണം എന്ന് വെച്ചാൽ അയാൾ ഇത്രയും മെയിൻ സ്ട്രീമിൽ നിൽക്കുന്ന ആക്ടർ ഇന്ന് മലയാള ഇന്ത്യൻ സിനിമയെ നിയന്ത്രിക്കുന്ന ശക്തികളുടെ ഒരു മനഃശാസ്ത്രത്തിനെതിരെ ഇത്രയും ശക്തമായിട്ട് അയാൾ ഒരു ആവിഷ്കാരം കൊണ്ടുവരികയാണെങ്കിൽ അയാൾക്ക് എന്തൊക്കെ നഷ്ടം ഉണ്ടാക്കാം. ആ നഷ്ടത്തെ അയാൾ ഗൗനിക്കുന്നില്ല എന്നുള്ളത് വലിയ കാര്യമാണ്.